ഹലോ എവരിവൺ, കേരള PSC ഇതുവരെ ആവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമായാണ് നമ്മുടെ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓഫ് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആറ്റം? ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു? അപ്പോൾ എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സെമി കണ്ടക്ടറിന്റെ പ്യുവറസ്റ്റ് ഫോമാണ്. അതായത് നമ്മൾ ഡോപ്പൻ്റ് ആഡ് ചെയ്യാത്ത സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ ഔട്ടർ മോസ്റ്റ്, ഏറ്റവും പുറമേയുള്ള ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇപ്പോൾ നമുക്ക് സെമി കണ്ടക്ടറിന് ഉദാഹരണം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ നിങ്ങൾ പറയും? അതെ, സിലിക്കണും ജർമ്മേനിയുമാണ് സെമി കണ്ടക്ടർ നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ള എക്സാമ്പിൾസ്. അപ്പോൾ സിലിക്കൺ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 14ആണ്. സിലിക്കൺ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 14ആണ്. ഈ സിലിക്കൺ ആറ്റവും ജർമ്മേനിയ ആറ്റവും ഒക്കെ കാർബൺ ഗ്രൂപ്പ് മൂലകങ്ങളാണ് സിലിക്കണും ജർമ്മേനിയും. അപ്പോൾ ഈ കാർബൺ ഗ്രൂപ്പ് മൂലകങ്ങളുടെ അറ്റോമിക് നമ്പർ, സിലിക്കണിൻ്റെ അറ്റോമിക് നമ്പർ 14ഉം ജർമ്മേനിയത്തിൻ്റെ 32ഉമാണ്. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് ആറ്റം സ്ട്രക്ചർസ്. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്താണ്? ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബേസിക് മോഡലാണ് ബോർ മോഡൽസ് ഓഫ് അറ്റോമിക് സ്ട്രക്ചർ. ബോറിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ മോഡൽ. അത് പ്രകാരം പ്രോട്ടോണും ന്യൂട്രോണും അടങ്ങിയ ഈ പാർട്ടിനെ ന്യൂക്ലിയസ് എന്ന് പറയും. ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന പാത്തിനെ ഓർബിറ്റ് എന്ന് പറയും. ആദ്യത്തെ ഓർബിറ്റിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഷെല്ലിൽ ഇതിനെ നമുക്ക് ഈ ഓർബിറ്റിനെ കെ ഷെൽ എന്ന് പേര് കൊടുക്കാം. കെ ഷെൽ. ഇതിൽ 2 ഇലക്ട്രോൺ ആണ് പരമാവധി ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഈ 2 ഇലക്ട്രോൺ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ക്വാണ്ടം നമ്പർ പ്രിൻസിപ്പിൾ നമുക്ക് അറിയണം. എന്താണ് ക്വാണ്ടം നമ്പർ പ്രിൻസിപ്പിൾ? വളരെ ബേസിക് ആയിട്ടുള്ള ഒന്നാണ് ക്വാണ്ടം നമ്പർ പ്രിൻസിപ്പിൾ. അതൊരു ഇക്വേഷൻ ആയിട്ട് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. 2 × n². ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെൽ നമ്പറാണ്. n എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പറാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് ഷെൽസ് ഉണ്ട്. നമ്പർ ഓഫ് ഷെൽസ് കാണും. ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണ്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത്. ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന ആ പാത്തിനെ നമ്മൾ ഷെല്ലുകളായിട്ട് തിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഷെല്ലിനെ നമ്മൾ കെ എന്ന് പേര് കൊടുക്കും. രണ്ടാമത്തെ ഷെല്ലാണ് എൽ, മൂന്നാമത്തത് എം, ഇനി നാലാമത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ, അങ്ങനെ പോകും. കെ, എൽ, എം, എൻ അങ്ങനെ നമ്മൾ പറയും. അപ്പോൾ ആദ്യത്തെ ഷെല്ലിനെ നമ്മൾ കെ എന്ന് പറയും. കെ ഒന്നാമത്തെ ഷെല്ലാണ്. ഷെൽ നമ്പർ 1 ആണ്. എൽ ഷെൽ നമ്പർ 2 ആണ്. എം ഷെൽ നമ്പർ 3 ആണ്. എൻ ഷെൽ നമ്പർ 4 ആണ്. അങ്ങനെ എക്സെട്ര. ഇനി നമുക്ക് ക്വാണ്ടം നമ്പർ പ്രിൻസിപ്പിൾ പ്രകാരം നേരത്തെ ഞാൻ പറഞ്ഞു ഇക്വേഷൻ എന്താ? 2 × n² ആണ്. 2 × n² ആണ്. n ഷെൽ നമ്പറിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഷെൽ നമ്പറിൽ എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളും? 2 × n പകരം നമ്മൾ 1നെ റീപ്ലേസ് ചെയ്യുക. 2 × 1² ദാറ്റ് ഈസ് 2 തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ് എന്ന് പറയുന്നത്. അതേപോലെ അടുത്ത എൽ ഷെല്ലിലോ 2 × 2⁻². 2² എത്രയാവും? 8 വരും. അടുത്തത് 2 × 3² എത്ര വരും? 18. അടുത്ത ഷെല്ലിലെ 2 × 4² എത്ര വരും? 32. അപ്പോൾ ഇങ്ങനെയാണ് നമ്പർ ഓഫ് ഷെൽസിൽ ഇലക്ട്രോണുകളെ വിന്യസിച്ചിരിക്കുന്നത്. ഇനി ഇത് പ്രകാരം നമുക്ക് സിലിക്കൺ ആറ്റത്തിൻ്റെ കേസിലേക്ക് വരാം. സിലിക്കൺ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 14 ആണ്. ദർഫോർ അറ്റോമിക് നമ്പർ 14 ആണ്. ദർഫോർ അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? ഇലക്ട്രോൺസ് 14 ആണ്. സിലിക്കൺ ആറ്റത്തിൻ്റെ ഈ 14 ഇലക്ട്രോണിനെ നമ്മൾ കെ, എൽ, എം, എൻ ഈ ഷെല്ലുകളിൽ വിന്യസിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ കെ ഷെല്ലിൽ എത്ര എണ്ണം കൊള്ളും? 2 ഇലക്ട്രോൺ കൊള്ളും. എൽ ഷെല്ലിൽ പരമാവധി എത്ര കൊള്ളും? 8 എണ്ണം കൊള്ളും. ഇപ്പം മൊത്തം എത്ര ഇലക്ട്രോണായി? 8ഉം 2ഉം 10 ഇലക്ട്രോണായി. ഇവിടെ 10 ഇലക്ട്രോൺസ്. ബാലൻസ് എത്ര ഇലക്ട്രോൺ ഉണ്ട് 14ൽ? ബാലൻസ് 4 ഇലക്ട്രോൺസ്. അത് എം ഷെല്ലിൽ പോകും. അപ്പോൾ എം ഷെല്ലാണ് നമ്മുടെ ഇവിടെ വാലൻസ് ഷെല്ലായിട്ട് വരുന്നത്. സെമി കണ്ടക്ടർ സിലിക്കൺ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ എം ഷെല്ല് വാലൻസ് ഷെല്ലാണ്. വാലൻസ് ഷെല്ലിൽ ഓർബിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 4ആണ്. വാലൻസ് ഷെല്ലായ എമ്മിൽ ഓർബിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 4ആണ്. ഇനി ജർമ്മേനിയത്തിൻ്റെ നോക്കിയാലോ. അതേപോലെ ജർമ്മേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത് 32 ആണ്. ജർമ്മേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 32 ആണ്.
അത് നമ്മൾ ഇതേപോലെ വിന്യസിക്കുക. അപ്പോൾ ജസ്റ്റ് നോക്കുക, കെ ഷെല്ലിൽ മാക്സിമം 2 എൽ ഷെല്ലിൽ 8 എം ഷെല്ലിൽ 18 എൻ ഷെല്ലിൽ 32 അങ്ങനെയെങ്കിൽ 32 അറ്റോമിക് നമ്പറുള്ള ജർമേനിയം ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം 32 തന്നെയാണ്. കെ എൽ എം എൻ. ഇത് വളരെ സിമ്പിളാണ്. കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ പരമാവധി എത്ര നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും? 18 അല്ലേ? 18. അപ്പോൾ ഇത് നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 28. ബാലൻസ് 4 ഇലക്ട്രോൺസ് വരും. ആ 4 ഇലക്ട്രോൺസ് ഏതിൽ വരും? എൻ ഷെല്ലിൽ വരും. അപ്പോൾ ഇവിടെ വാലൻസ് ഷെല്ലായിട്ട് വരുന്നത് എൻ ഷെല്ലാണ്. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺ ഇവിടെ എത്രയാണ്? 4. അപ്പോൾ നമ്മൾ സിലിക്കണിൻ്റെയും ജർമീനിയത്തിൻ്റെയും നോക്കി. അപ്പോൾ നമുക്ക് ഉത്തരം ഫൈനലൈസ് ചെയ്യാം. ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ്. ആൻസർ 4 ആണ്. അപ്പോൾ ഇന്നത്തെ സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സൈനിങ് ഓഫ്.